ഹലോ അസ്സാം വലൈക്കും അജ്രാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നൊരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് വേണ്ട അതിപ്പോൾ ഒരു 200 ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസിലൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മുളകും പൊടി നമ്മൾ ഇട്ടിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണ് ചിക്കൻ മസാല, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി നമുക്ക് കുറച്ച് റെഡ് കളറ്, നമ്മൾ ചിക്കനിലൊക്കെ ഇടുന്ന കുറച്ച് റെഡ് കളറ് കുറച്ച് ഇടുക. കുറച്ച് മതി, അത് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ചിക്കനിൽ ഇടുന്ന ഒരു മസാല ഉണ്ടാക്കി വെച്ചതാട്ടോ. അത് ഇവിടെ ഞാൻ ആദ്യം ഉണ്ടാക്കി വെച്ചതുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഒരു ദിവസം കാണിക്കുന്നുണ്ട്. ഇപ്പം ഇതിൽ നിന്നൊരു 1/4 ടീസ്പൂണ് ഇടുന്നുണ്ട്. കാലല്ല, ഒരു 1/2 ടീസ്പൂണോളം നമ്മൾ ഇടുന്നുണ്ട്. ഇത് അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഒരു ദിവസം മസാല ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഒരു 1/2 മുറി ചെറുനാരങ്ങയാണ് വേണ്ടത്. അത് നമുക്കിതിൽ പുതിയ കൊടുക്കാം. പിന്നെ ഇതുപോലെ ഒരു മുട്ട പൊട്ടിച്ചിട്ട് കലക്കി വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മളത് ആ കൂട്ടൊക്കെ ചേർത്ത് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 സ്പൂണ് കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കൈവച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ച് കൊടുക്കണം. നമുക്കത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിലൊന്നും വെക്കണ്ട, കുറച്ച് നേരം ഫ്രിഡ്ജിലൊന്ന് വെച്ച് തണുപ്പിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് നമ്മൾ ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ട 1-2 ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഒരു കുറച്ച് ടൈം നമ്മൾ ചിക്കൻ ഒന്ന് തണുക്കാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ ചിക്കൻ കഷ്ണം എടുത്തിട്ട് ഒന്ന് കുഴച്ച് കൊടുത്ത് നമ്മളൊരു ചിക്കൻ്റെ പീസ് എടുത്തിട്ട് നമ്മൾ ഈ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് ഇത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇങ്ങനെ നമ്മളെല്ലാ ചിക്കൻ പീസും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒക്കെ നമ്മൾ ഇങ്ങനെ ആ ബ്രെഡ് ക്രംസിൽ ടിപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു കടായി നമ്മൾ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടാവട്ടെ. സോ ഫ്രണ്ട്സ്, നമ്മളെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോ ചിക്കൻ പീസ് ഇതിൽ ഇട്ട് കൊടുക്കാം.
ഫ്രണ്ട്സ്, നമ്മളിതിൽ ചിക്കൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് തീ നമുക്ക് കുറച്ച് വെച്ച് കൊടുക്കണം. കാരണം ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് കരിഞ്ഞു പോവും. അപ്പോൾ ഉള്ളു വേവില്ല, പുറമെ ഇതായിട്ടും ഉണ്ടാവും. അപ്പോൾ ഉള്ളു വേവണമെങ്കിൽ നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. നമുക്കിതൊന്ന് മറിച്ച് ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് വരട്ടെ. തീ അത്രയും കുറച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ കുക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിത് ഫുള്ളായിട്ട് ആവുന്ന വരെ വീഡിയോസ് ആക്കിക്കൊണ്ടിരിക്കുക. നമ്മളെ വീഡിയോ ലെങ്ത്ത് കൂടും. അപ്പോൾ എനിക്ക് എന്താ പറയുക, അപ്ലോഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് മുഴുവൻ വറുത്ത് കോരിയതിന് ശേഷം ബാക്കി കാണിക്കാം. അപ്പോൾ ഇത് വെന്ത് വരുമ്പോൾ നമുക്കറിയാമല്ലോ വെന്തതിൻ്റെ പാകം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് തീ കുറച്ച് വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഓക്കെ ഗൈസ്, അസ്സലാമു അലൈക്കും.